എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, വെട്ടുചേമ്പ്, ചേന, പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്കായ തുടങ്ങിയ കഷ്ണങ്ങളാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളം മതി, കാരണം പച്ചക്കറിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങും. വെള്ളം ചേർത്ത ശേഷം അത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ശേഷം അതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം കൂടെ ചേർത്ത് ചതച്ചത്, ഒരു കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പച്ചക്കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചെടുക്കാം. ഇനി അത് 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു വലിയ തവി തൈര് ചേർക്കുക. പുളിയില്ലാത്ത തൈരാണ് കൂടുതൽ ടേസ്റ്റ്. തൈരും കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ച് വീണ്ടും ഒരു 2-3 മിനിറ്റോളം അത് അടച്ചു വയ്ക്കുക. തൈരെല്ലാം കഷ്ണങ്ങളിലെല്ലാം പിടിച്ച് ഒന്ന് സെറ്റായ ശേഷം അതിലേക്ക് 2-3 പച്ചമുളക്, 2-3-4 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന അവിയലിൻ്റെ കൂട്ട് വളരെ ടേസ്റ്റായിട്ടുള്ള അവിയലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.